എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സുസ്ഥിര വികസനം എന്നതിനെ കുറിച്ചാണ്. ആദ്യം തന്നെ ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങട്ടെ. ഒരു 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 രാജ്യത്ത് നല്ല വികസനം നടക്കുകയാണ്. അതായത് കാടും മലയും എല്ലാം നികത്തി നല്ല റെയിൽവേ പാളവും നല്ല റോഡുകളും വരികയാണ്. അതുപോലെ തന്നെ നല്ല ഷോപ്പിംഗ് മാളുകളും ഒക്കെ വരികയാണ്. എന്നാൽ സുസ്ഥിര വികസനം എന്ന് വെച്ചാൽ ഇതാണോ? അതിന് ഉത്തരം അല്ല എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന സുഖം മാത്രമല്ല നോക്കേണ്ടത്. നമ്മൾ ഇനിയുള്ള കാലങ്ങളിലും നമ്മൾ എങ്ങനെ നമ്മൾ അനുഭവിക്കുന്നു എന്ന് നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ ഇവിടുത്തെ കാടും മലകളും എല്ലാം നികത്തുകയാണെങ്കിൽ വരും കാലങ്ങളിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാവാൻ പോകുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണം നമ്മുടെ കേരളം തന്നെയാണല്ലോ. കാരണം അത്രയും അധികം വികസനങ്ങളിലൂടെ മുൻപോട്ട് പോയിരുന്ന നമ്മുടെ കേരളം 2018 പ്രളയത്തോടനുബന്ധിച്ച് എല്ലാം നശിച്ചു പോവുകയാണ്. നമ്മുടെ വികസനം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നല്ല റോഡുകളും നല്ല റെയിൽവേ പാളങ്ങളും അതുപോലെ തന്നെ നല്ല ബിൽഡിങ്ങുകളും ഒക്കെ പണിഞ്ഞ് പ്രകൃതിയെ ഇല്ലാതാക്കുകയായിരുന്നു. അപ്പോഴാണ് 2018 പ്രകൃതി നമുക്ക് ഒരു നമുക്ക് തന്ന ഒരു മറുപടി എന്ന രീതിയിൽ അന്നുണ്ടായ പ്രളയം. അന്ന് എത്രമാത്രം നാശനഷ്ടങ്ങളാണ് നമുക്കുണ്ടായതെന്ന് നമുക്ക് അറിയുന്നത് തന്നെയാണല്ലോ. അപ്പോൾ വികസനം മാത്രം പോരാ, സുസ്ഥിര വികസനവും ആവശ്യമാണ്. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്നല്ല നോക്കേണ്ടത്, നമ്മൾ ഇനിയുള്ള കാലങ്ങളിലും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ലാഭത്തിനു വേണ്ടിയും ഓരോ മനുഷ്യരുടെ ലാഭത്തിനു വേണ്ടിയും ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾ നമ്മളിപ്പോൾ കാണുന്നത് തന്നെയാണ്. കാടുകളിലെ മരങ്ങളും ഒക്കെ ഇല്ലാതാക്കുകയും അവിടുത്തെ ശുദ്ധജലങ്ങൾ മലിനമാക്കുകയും അതിൻ്റെ ഉള്ളിലെ ജീവജാലങ്ങളെ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മോശമായ പ്രവൃത്തി തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യർ ചെയ്യുന്നത്. ഇനിയും നമ്മളിത് തുടരുകയാണെങ്കിൽ 2018 നടന്ന പ്രളയത്തെ കാട്ടിലും വലിയൊരു പ്രളയം നമ്മൾ ഇനിയും അതിജീവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്രകൃതിയോട് നല്ല രീതിയിൽ നമ്മൾ പെരുമാറുകയാണെങ്കിൽ പ്രകൃതിയും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമുക്ക് മരങ്ങൾ മുറിച്ചു കളയാ. ഒരു മരം മുറിക്കുകയാണെങ്കിൽ 100 മരം നട്ട് പിടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ വരണം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഒരു പ്രളയമില്ലാത്ത, ഉരുൾപൊട്ടലില്ലാത്ത, ഒരു പ്രകൃതി നാശവും ഇല്ലാത്ത ഒരു രാജ്യത്തെയോ ഒരു സംസ്ഥാനത്തെയോ ഒരു ലോകത്തെയോ നമുക്ക് സ്വപ്നം കാണാൻ കഴിയും. നമ്മൾ ഈ വികസനം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾക്ക് മാത്രം നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിന് വേണ്ടി മാത്രം ഉണ്ടാവാതെ ഇനിയുള്ള കാലങ്ങളിലും അത് ആക്കുന്ന രീതിയിലാണ് വേണം നമ്മുടെ വികസനം ഉണ്ടാവാൻ. അപ്പോൾ ഇതിൽ ഇപ്പോൾ അത് കൃഷിക്കാരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കൃഷിക്കാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെയധികം അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്നത്. എന്നാൽ കൃഷിക്കാർ തൻ്റെ വിള നല്ല മികച്ചതാവാനും അതുപോലെ തന്നെ കൂടുതൽ വിള ലഭിക്കാനും വേണ്ടി മണ്ണിനെയും വായുവിനെയും ജലത്തെയും ഒക്കെ നശിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല നല്ല കീടനാശിനികൾ അടിച്ച ജലവും അത് മണ്ണിൽ തളിക്കുമ്പോൾ അതുപോലെ തന്നെ അത് വായുവിൽ പടരുന്നു. അത് കൃഷിക്കാർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കുമെങ്കിലും അത് നമ്മുടെ പ്രകൃതിക്ക് വളരെയധികം ദോഷം തന്നെയാണ്. അത് ഒരു തവണ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു ദോഷം ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാൽ നിരന്തരം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമായിരിക്കും നമ്മുടെ മണ്ണിനും ജലത്തിനും വായുവിനും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ കൃഷിക്കാരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൃഷിക്കാരുടെ സ്വാധീനം വളരെയധികം വലുത് തന്നെയാണ്. നമുക്ക് ഓരോ ദിവസം മുൻപോട്ട് പോകാൻ നമുക്ക് ഭക്ഷണമില്ലാതെയും മുൻപോട്ട് പോകാൻ കഴിയില്ല. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റ് തന്നെയായിരിക്കും ഇത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു.